അപ്പം നിങ്ങൾ ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് ബീഫും വെച്ചിട്ട് ബീഫിനും വിറ്റുകൊണ്ട് നടക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കാള പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും കയറടക്കാൻ നടക്കുന്ന കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികളാണ്. അവരോട് എനിക്ക് പുച്ഛമാണ്. അതിനകത്ത് നിങ്ങൾ പശുവിൻ്റെ എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞോ ഈ വായി കയറ്റിയിരിക്കുന്ന പശുവിൻ്റെ ഇതാണെന്നുള്ളത്? ബീഫ് ഫെസ്റ്റ് നടത്തി, അപ്പുറത്ത് എന്താ നിങ്ങൾ പോർക്കിൻ്റെ ഫെസ്റ്റ് നടത്താൻ ധൈര്യം ഉണ്ടാകുന്നു. പക്ഷെ കഴിഞ്ഞൊരു ബീഫ് ഫെസ്റ്റിവൽ ഇവിടെ റൂട്ട് നടത്തിയപ്പോൾ ചില കോൺഗ്രസ്സുകാരും കേസുകാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കൊച്ചു പശുക്കിടാങ്ങളെ കൊണ്ടുവന്ന് റോട്ടിലിട്ട് വെട്ടിക്കൊന്നിട്ടില്ല. അതിൻ്റെ കണ്ണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ മരിക്കുന്ന സമയത്തുള്ളൂ. ഞാൻ മനുഷ്യനായിട്ട് കാണാം. പട്ടാളത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെയുള്ള വികാരം ഉണ്ടാക്കാൻ പറ്റില്ല ജാതിമതം വെച്ചിട്ട്. കാരണം ഞങ്ങളെന്താ അമ്പലം എന്ന് പറയുന്നത് 3 മതങ്ങളെയും 4 മതങ്ങളെയും വെച്ചിട്ടെല്ലാം പറയുന്നത് സർവ്വധർമ്മസ്ഥലം എന്നുള്ളതാണ്. എന്നിട്ട് മേജർ രവി സംഖ്യയാക്കുക, വർഗീയവാദിയാക്കുക, പിന്നെ ശൗചാലയം എന്ന് പറഞ്ഞ് കുറേ കളിയാക്കിയാണ്. ലക്ഷക്കണക്കിന് അത് വന്നുകൊണ്ട് റെയിൽവേ ട്രാക്കിൽ വന്നിട്ടിരുന്ന് അപ്പിടാൻ വരുന്നില്ല. ഇന്ന് നമ്മൾ പല ഹിന്ദുക്കളെയും കാണുന്നുണ്ട് നെറ്റിയിൽ ധൈര്യമായിട്ട് കുറി തൊട്ടുകൊണ്ട് നടക്കുന്നത്. അത് പാകിസ്ഥാനിയാണ്. അതിനകത്ത് നിങ്ങൾ മുസ്ലിം കയറ്റല്ലേ? പെഹൽഗാമിൽ എന്തിനാ വന്ന് ചോദിച്ചെന്തിനാ? അത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ അടി നടക്കാൻ. ഇവിടുത്തെ മുസ്ലിങ്ങൾ സുരക്ഷിതമാണ് എന്നുള്ള കാണ്ടാപുരമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവിടെ ആ സംസാരത്തിൽ കാര്യം ക്ലിയറാണ്. ഇവിടെ മോദി വന്നതിന് ശേഷം എത്ര മുസ്ലിംസിനെ അടിച്ചോടിച്ചിട്ടുണ്ട് ഇവിടുന്ന്? ഒരു ഇന്ത്യൻ മുസ്ലിംസിനെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ടില്ലായിട്ട് നിങ്ങൾ പറയും. ഇന്ത്യയിൽ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരാണെന്ന്. അവർക്ക് ഐഡൻറ്റി കാർഡുണ്ട്, അവർക്ക് റൂട്ടുണ്ട്. അതല്ല മോദി പറഞ്ഞിരിക്കുന്നത്. CANRC എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റിസൺഷിപ്പിനകത്ത് നിന്റെ ഒറിജിൻ കാണിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. ഒറിജിൻ കാണിക്കാൻ പറ്റാത്തവരാരാണ്? നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് റിയൽ കേരള സ്റ്റോറി. ഇത് ഇപ്പോൾ പലപ്പോഴും നമുക്ക് ആ ഒരു സംശയം വരും, ഇതാണോ റിയൽ കേരള സ്റ്റോറി? അല്ലെങ്കിൽ ഒരു പെൺകുട്ടീനെ നിർബന്ധമായിട്ട് ബീഫ് കഴിപ്പിക്കുന്നതാണോ ദി റിയൽ കേരള സ്റ്റോറി എന്നുള്ളത്? സാറിന് എന്താ തോന്നണേ, ഒരു സംവിധായകൻ എന്ന നിലയിലും ഒരു സൈനികൻ എന്ന രീതിയിൽ? ഒരാൾക്കും ഒരാളെയും ഒന്നും ഫോഴ്സ് ചെയ്യിപ്പിക്കുക. പിന്നെ നിങ്ങൾ ഈ ഫോഴ്സ് ചെയ്യിപ്പിക്കുക, ഈ ടോപ്പിക്ക് ഞാൻ സംസാരിക്കണോ വേണ്ടെന്നുള്ള ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ആ സിനിമ നമ്മളാരും കണ്ടിട്ടില്ല. ഒരു ട്രെയിലറും കണ്ടിട്ട് ഞങ്ങൾ ട്രെയിലർ പലപ്പോഴും ദുരന്തർ എന്നുള്ള സിനിമയുടെ ട്രെയിലർ മാത്രമേ ഉള്ളൂ. ആ ഷോട്ടുകളൊന്നും സിനിമയില്ല. അതറിയാവുന്ന ഞാൻ ആദിത്യധറിൻ്റെ ഞങ്ങളുടെ ഫ്രണ്ടാണ്. കാരണം പ്രിയേട്ടൻ്റെ അസിസ്റ്റൻ്റുമാരാണ് ഞങ്ങളൊക്കെ. ആദിത്യ അത് ഞാനും അത്. അപ്പോൾ ആദിത്യയ്ക്ക് അവാർഡ് കിട്ടിയ സമയത്ത് ഞാനായിരുന്നു ജൂറി ചെയർമാനൊക്കെ മറ്റേ ഇതിന് ഉറിക്ക്. ഈ പടം ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, അപ്പം പറഞ്ഞ് ഹോൾ യുവർ ഹോഴ്സസ് സർ, സീ ദ ഫിലിം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫിലിം കണ്ട് 3 മണിക്കൂർ 34 മിനിറ്റോ മറ്റാണത്. ഞാൻ വിളിച്ചിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. I was trying to cut this somewhere. Where can I cut 5 minutes? I couldn't find them. അപ്പം പറഞ്ഞ് yes. But then Aditya, what happened to the trailer shots? And so that was my associate did that trailer only for the trailer. ഇതൊരു ഉദാഹരണമാണ്. അപ്പം നിങ്ങൾ ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് ബീഫും വെച്ചിട്ട് ബീഫിനും വിറ്റുകൊണ്ട് നടക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കാള പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും കയറടക്കാൻ നടക്കുന്ന കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികളാണ്. അവരോട് എനിക്ക് പുച്ഛമാണ്. ഈ ബീഫിന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വേർതിരിക്കേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ മലയാളിയോട് ഞാൻ പറയുകയാണ്, ഈ പ്രബുദ്ധ മലയാളി എന്നും പറഞ്ഞിട്ട് ബീഫിനെയും പറ്റിയിട്ട് ഇപ്പോൾ പൊറോട്ട അടിച്ചുകൊണ്ട് കുറേ ആൾക്കാർ ഫ്രീ ആയിട്ട് തിന്നുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ബീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഇംഗ്ലീഷിൽ അതിന് എടുക്കുമോ, അതിനകത്ത് പശു വരുന്നില്ല. പശുവിൻ്റെ പേര് കൗ എന്നാണ്, കാളയ്ക്ക് ബുള്ളെന്നാണ്. ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോത്തിനെന്ന് പറഞ്ഞാൽ അതിന് ബഫല്ലോ എന്നുള്ളതാണ്. സോ അതിനെയാണ് നമ്മൾ ബീഫെന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റത് മട്ടനാണ്, ആട്ടിറച്ചിയാകുമ്പോൾ. കോഴിയിറച്ചിക്ക് കോഴി. അതിനകത്ത് നിങ്ങൾ പശുവിൻ്റെ എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞോ ഈ വായി കയറ്റിയിരിക്കുന്ന പശുവിൻ്റെ ഇതാണെന്നുള്ളത്? ഇല്ല. ബീഫ് കയറ്റി. അതോ അത് എന്താണ് കയറ്റിയിരിക്കുന്നത് എന്നുള്ളത് ആ ഡയലോഗ് കൊണ്ട് മാത്രമാണ് ഞാൻ ബീഫ് കഴിക്കാറില്ല, അതുകൊണ്ട് ബീഫ് കയറ്റിച്ചു. ബീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോത്തല്ലേ, കാളയല്ലേ? അതിനകത്ത് പോലും നിങ്ങൾ എവിടെയെങ്കിലും എന്നോട് പറയൂ ഒരു പശുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് വിൽക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പശു എന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്രസ്റ്റും അകിടും മലയും ഇതെല്ലാം ഉണ്ടായിരിക്കും, അതിൻ്റെ വിഷം. നിങ്ങളെവിടെ? ഞാൻ സത്യം പറയുള്ളൂ, ഈ വയസ്സ് വരേക്കും ഞാൻ ഒരു ബുച്ചർ ഷോപ്പിലും ഇത് കണ്ടിട്ടില്ല. പിന്നെ എവിടെ പോകുന്ന ഇവരെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവില്ല. ഫൈൻ. അപ്പം അങ്ങനെ ഇല്ലാത്ത വികാരത്തിന് നിങ്ങൾ എന്തിനാണ് ഒരു വികാരമായിട്ട് ഉണ്ടാക്കുന്നത്? അപ്പം ആരെങ്കിലും പറഞ്ഞു, RSSകാർ പറഞ്ഞു അപ്പോൾ ഈ ബീഫിനെ കൊന്ന നിങ്ങൾക്ക് വല്ല പ്രശ്നം? പശു, യെസ്. പശു എന്നുള്ളത് ഹിന്ദു മിത്തോളജിയിൽ ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള സൃഷ്ടിയാണെന്നുള്ളത് നമ്മൾ മിത്തോളജിയിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ആരെങ്കിലും ബീഫ് ഫെസ്റ്റ് നടത്തി, അപ്പുറത്ത് എന്താ നിങ്ങൾ പോർക്കിൻ്റെ ഫെസ്റ്റ് നടത്താൻ?
ധൈര്യം ഉണ്ടോ അവന്? പേടിയാ. പേടിയില്ല. കാരണം എന്താ, അവിടെ കിട്ടുന്ന പ്രീണം. അതിൽ ഇന്നലെ ഒരു മുസ്ലിം പറയുന്നുണ്ട്, ഞങ്ങൾ പോർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ തിന്നണമെന്ന് ഞങ്ങൾ പറയുന്നില്ല എന്നുള്ളത്. അതാണ് യഥാർത്ഥ മതസ്നേഹി. ആ മുസ്ലിയാരാണ്. അല്ലാതെ അയാൾ പോർക്കിൻ്റെ പേരുകൊണ്ട് കേൾക്കുമ്പോഴത്തേക്കും പറ്റില്ല എന്ന് പറയുന്ന, എന്തിനാണ് നിങ്ങൾ ഈ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പോത്തിനെയും കൊണ്ടുവന്നതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിരിക്കുന്നത്? അതിൻ്റെ ഇടയിൽ ഒരു പശുവിനെയും കൊണ്ടുവന്ന് കയറ്റും. എന്നിട്ട് ഇവിടെ മന്ത്രിമാർ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്കൊരു മൃഗത്തിനെ കൊല്ലുന്ന പോലും കാണാൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞൊരു ബീഫ് ഫെസ്റ്റിവൽ ഇവിടെ റോട്ട് നടത്തിയപ്പോൾ ചില കോൺഗ്രസ്സുകാരും കേസുകാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കൊച്ചു പശുക്കിടാങ്ങളെ കൊണ്ടുവന്നിട്ട് മറ്റേ റോട്ടിലിട്ട് വെട്ടിക്കൊന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ മരിക്കുന്ന സമയത്തുള്ളത്? ആ കൊല്ലുന്നവനൊക്കെ മനുഷ്യനാണുള്ളത്. നിങ്ങളുടെ ഈ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട മൃഗത്തിനെ കൊല്ലുന്ന സമയത്ത് അതൊരു ജീവനാണ്. നിനക്കൊക്കെ സംസാരിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അടുത്ത ജന്മത്തിൽ നീ അതുപോലെ ഒരു പശുക്കുട്ടിയാവും. എന്നിട്ട് നിന്നെ ഇതുപോലെ ഒരു രാഷ്ട്രീയക്കാരൻ വെട്ടി കൊല്ലുക. ഇതൊക്കെ ആയിരിക്കും ഇവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷകൾ. അപ്പം നിങ്ങൾ ആരോടെ ഈ രാഷ്ട്രീയം കളിക്കുന്നത്? ഇപ്പോൾ പൊറാട്ടയും ബീഫ് അടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ രാഷ്ട്രീയക്കാരത് വെച്ച് തുടങ്ങുന്നത് എന്തിനും ഒരു ട്രെയിലറിൽ കണ്ടു. പടം വരുമ്പോൾ പടത്തിനകത്ത് അത് ഉണ്ടാവില്ലായിരിക്കും ചിലപ്പം. ദുരന്തറാണ് അതിൻ്റെ എക്സാമ്പിൾ. ആദിത്യനോട് പറഞ്ഞാണ്, സർ ദാറ്റ് വാസ് ജസ്റ്റ് കട്ട് ബൈ മൈ ദിസ് തിങ്. പിന്നെന്താ വെച്ചാൽ എൻ്റെ പേടി ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഇവനത് കട്ട് ചെയ്യുകയും ചെയ്തു, എന്നിട്ട് അതിൻ്റെ ലെവലിൽ എൻ്റെ പടം വന്നില്ലെങ്കിൽ എന്നൊരു പേടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ശരിയാണ്. അപ്പോൾ പറഞ്ഞാൽ ഇല്ലടാ, അതിൻ്റെ മീനാണ് നിൻ്റെ പടം വെക്കുന്നത്. അത് അപ്പം പറഞ്ഞാൽ എൻ്റെ അസോസിയേറ്റ് ചെയ്ത് അത് കറക്റ്റ്. പക്ഷെ അത് തന്നെ നമുക്ക് കിക്കടിപ്പിച്ചു. ഈ സർക്കാരിനെ വിമർശിക്കുന്നത് ദേശവിരുദ്ധതയാണ് എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട്. സാറിന് അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? ഇപ്പോൾ സാറ് ഇപ്പം അതിനെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ന്യായമല്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ എന്തായാലും പറയും. അതിപ്പം നമ്മളിപ്പോൾ ഭരിക്കുന്ന പാർട്ടിയാണെന്നുണ്ടെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും നമ്മൾ പറയും. അത് ഫിലിമിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ സാറിൻ്റെ ആ ഒരു വികാരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് ദേശവിരുദ്ധതയാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരില്ല. ഇപ്പം ഈ പെർവേർട്ടിസം രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരില്ലേ? ശരി, നമ്മൾ ഒരു കാര്യം കാണിക്കുന്ന സമയത്ത് ഈ രാജ്യത്തിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു അൺട്രസ്റ്റ് വരിക. അൺട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 ഇൻഡസിസ് എന്ന് പറഞ്ഞാൽ ഒരു സംഘർഷാവസ്ഥ വരുത്തുന്ന സീനാണെങ്കിൽ അത് രാജ്യത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും സംഭവമാണെങ്കിൽ അത് നിങ്ങൾ പറയരുത്. പറയരുത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ സൂക്ഷിക്കണം എന്തെങ്കിലും പറയുന്നതിന് മുന്നേ. ഞാൻ ഈ മണ്ണിൽ നിന്നുകൊണ്ട് എൻ്റെ രാജ്യത്തിനെ ഞാൻ തെറി വിളിച്ചാൽ അതിൽ വികാരം ഹേർട്ടാവുന്ന പലരും അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം അവനെക്കൂടെ സൂക്ഷിക്കണം. പണ്ട് ഒവാസി പലതും പറഞ്ഞു, MP ആയിട്ടുള്ള MP മിനിസ്റ്റർ. പക്ഷെ അദ്ദേഹം തന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതിലെത്ര പേരുടെ വികാരം ഹേർട്ടാവുന്നുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം ഒരു മുസ്ലിം ലീഡറാണ്, അദ്ദേഹമാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യണം. ആ സമയത്ത് ആദ്യം എനിക്കൊക്കെ അങ്ങനെ ഒരു ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ 15 മിനിറ്റ് പോലീസിനെ മാറ്റ്, ഞങ്ങൾ മുസ്ലിംസ് കാണിച്ചു തരാം, ഞങ്ങൾ എന്ത് ചെയ്യുന്നു. ഒരു മുസ്ലിമും പറഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു. ഇത് ഈ നേതാക്കന്മാർ 2 കയ്യടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തൊള്ളത്തുനിന്ന് പറയുന്ന സമയത്ത് നമ്മളെല്ലാം ഒരു കമ്മ്യൂണിറ്റീനെ അങ്ങനെ അങ്ങോട്ട് ആക്കുകയാണ്. ഈ കയ്യടിച്ചിട്ടുള്ള മുസ്ലിം എന്ന് പറയുന്നത് വെറും 2% ആ മീറ്റിങ്ങിന് വന്നിട്ടുള്ളത്. ബാക്കിയുള്ളവർ മുഴുവൻ സ്റ്റാമ്പ് അടിക്കപ്പെടില്ലേ? അപ്പോൾ അവിടെയാണ് ഞാൻ പറയുന്നത്, ഡോണ്ട് ഓവർ. ഒരാളെന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്മ്യൂണിറ്റീനെ അങ്ങ് ആക്ഷേപിക്കുന്നത് ശരിയല്ല. എൻ്റെ എത്രയോ ചങ്ക് ബ്രോസ് ഉണ്ട് മുസ്ലിംസിൽ, അത് നിങ്ങൾക്കറിയാം. ഇല്ല, അവരോടൊക്കെ പറയല്ലോ, രവിട്ടപ്പറ്റിക്ക് ഭ്രാന്താണ് നിങ്ങളെയൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം അവരുടെ സമൂഹത്തിൽ 1% ആളുകളാണ് ഈ വിദ്വേഷമായിട്ട് കൊണ്ടു നടക്കുന്നത്. അതെല്ലായിടത്തും ഉണ്ടല്ലോ. അത് ഹിന്ദുവിലുണ്ട്, മുസ്ലിമിലുണ്ട്, ക്രിസ്ത്യാനിയിലുണ്ട്. ഫെനറ്റിസം എന്ന് പറയുന്നത്. ആൻഡ് ഐ ഡോണ്ട് ഗോ വിത്ത് ദാറ്റ്. ഞാൻ മനുഷ്യനായിട്ട് പട്ടാളത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെയൊരു വികാരം ഉണ്ടാക്കാൻ പറ്റില്ല ജാതി മതം വെച്ചിട്ട്. കാരണം ഞങ്ങളുടെ അമ്പലം എന്ന് പറയുന്നത് 3 മതങ്ങളും 4 മതങ്ങളും വെച്ചിട്ടുള്ള അമ്പലങ്ങളാണ്. അറിയോ? ഒറ്റക്കൂരയ്ക്ക് കീഴിൽ. ആ അമ്പലത്തിന് പേരില്ല, അമ്പലം എന്നല്ല അതിന്. മന്ദിരപ്പേരെന്ന് ഞങ്ങൾ പറയും, പക്ഷെ സ്ഥലത്തിന് എഴുതി വെച്ചിരിക്കുന്ന സർവ്വധർമ്മസ്ഥൽ എന്നുള്ളതാണ് പട്ടാളത്തിൻ്റെ അമ്പലങ്ങൾ. ഇതൊക്കെ എത്ര പേർക്ക് അറിയാം? എന്നിട്ട് മേജർ രവിയെ സംഖ്യയാക്കുക, വർഗീയവാദിയാക്കുക. അങ്ങനെയാണ് ഞാൻ ഒരിക്കലും
ഇവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പം ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സഹായം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇങ്ങനെ നടക്കുമെന്നുള്ളത്. പക്ഷെ ആ അമ്മയുടെ ഓട്ടം, അമ്മ ഓടുന്നത് എന്താണ്, എൻ്റെ മോനെ എനിക്ക് വേണ്ടി വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ കൈക്കോട്ടം വെച്ച് കളക്കിൽ തുടങ്ങിയിട്ടുണ്ടതിൻ്റെ പിറ്റേ ദിവസം ഈ മോട്ടോർ ബൈക്കും അടിച്ചിട്ട് വീണു പോന്ന്. അതിനെ നമ്മളായിട്ടും കണക്കാക്കണം. എൻ്റെ മോനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ അത് നമ്മൾ ചെയ്തു കൊടുക്കും. എന്നാൽ ആ മോനെക്കുറിച്ച് നല്ല ഓർമ്മകളിൽ ആ അമ്മ ജീവിച്ചു പോകും. പക്ഷെ അത് അമ്മയാവാം, ഉമ്മയാവാം, മമ്മിയാവാം. അവിടെ നിങ്ങൾ നോക്കരുത്. ഞാനതില്ല. പക്ഷെ അതിനാണ് ആ മുസ്ലിയാർ എന്നെ വിളിച്ചത്. ചടങ്ങൾ വന്നിട്ട് എൻ്റെ ആക്കുവാൻ കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തന്നെ ചെയ്യാതെ. അത് ഏതായാലും സംഭവം നടന്നല്ലോ. അപ്പോൾ അവിടെയാണ് നമുക്ക് എവിടെയെല്ലാം നമുക്ക് സമാധാനം കിട്ടുമോ ആ ലൈനിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതല്ലാതെ മറ്റവനെ കണ്ടു കഴിഞ്ഞാൽ അവൻ അതാണ്, ഇവൻ ഇതാണ്, ആ നോട്ടം കണ്ടാൽ നമുക്കറിയാം. ചില ആൾക്കാർ എന്നെ നോക്കുമ്പോൾ എനിക്കറിയാം ഇവനൊരു ഫാനറ്റിക് ആണെന്നുള്ളത്. നമ്മളങ്ങോട്ട് ചിരിച്ച്, ഞാൻ എപ്പോഴും എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കും. ചിലയിടത്ത് ചിരി വരാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ എനിക്കറിയാം ഒന്നുകിൽ ഇവനൊരു അന്തം കെട്ടമറ്റവനായിരിക്കും, അല്ലെങ്കിൽ ഫെനറ്റിക് മതഭ്രാന്തനായിരിക്കും. ഞാനും വിടും. ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഇത് നിങ്ങൾക്കറിയാം, ഈ പിൻവാതിൽ നിയമനം എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് ചില പോലീസുകാരുടെ ഇടയിൽ കാണാം. ഈ പിൻവാതിൽ കൂടെ വന്നിട്ടുള്ള ഈ തണ്ടികൾ സാധാരണക്കാരായിട്ടുള്ള നല്ല ട്രെയിനിങ് ചെയ്ത് വന്നിട്ടുള്ള പോലീസുകാരെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ കണ്ട റെസ്പെക്റ്റ്, ആ മുഖത്തൊരു സ്മൈലും ഇതെല്ലാം ഉണ്ടാക്കി. ഈ പിന്നിൽ കൂടെ വന്നതിനറിയാം എൻ്റെ നേതാവാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്, ഒന്നും ചെയ്യില്ല എന്നെ. അപ്പം അവൻ ആ ദാഷ്ട്യം നിങ്ങളോട് കാണിക്കും. നമ്മൾ കാണുമ്പോൾ അറിയാം ഇവൻ പിന്നെ കൂടെ വന്നതെന്നുള്ളത്. എന്നാൽ സാധാരണക്കാർ പോലും അവൻ കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നുണ്ടായിരിക്കും. ഇവന് ഈ അഹങ്കാരത്തിലുണ്ടായിരിക്കും. ചിലപ്പോൾ അവൻ്റെ കയ്യിൻ്റെ മുളക് ഞാൻ ചിലതിനെ കണ്ടിട്ടുണ്ട്. വില പിടിച്ച വാച്ച്, മോതിരങ്ങൾ, ഇതൊക്കെയുള്ള ചില ജന്തുക്കളെ കാണാറുണ്ട്. അവൻ കൈക്കൂലി വാങ്ങിച്ച് മുടിപ്പിച്ച് നടക്കുന്നവനായിരിക്കും. അവനെ കണ്ടറിയാം. അത് എല്ലാറ്റിലും ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ കാണാൻ നല്ല പോലീസുകാരെ നിങ്ങൾ കാണുന്നതല്ലേ, എത്രയോ നല്ല പോലീസുകാരുണ്ട്. എൻ്റെ ഇടയിൽ ദാഷ്ട്യം കാണിക്കുന്നവനാരാണ്? ദാഷ്ട്യം പഠിപ്പിച്ചു വിട്ടുള്ള നേതാവ് അപ്പുറത്തിരിപ്പുണ്ട്. അങ്ങേരുടെ കയ്യാളുകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടാലറിയാമെന്നുള്ളത് ഇവർക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ, ഞാൻ എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ്. ഈ യുദ്ധത്തിൻ്റെ ക്രൂരത മൊത്തം കൂടെ അങ്ങ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങൾ, പ്രേക്ഷകർ സഹിക്കും. യുദ്ധത്തിൻ്റെ ക്രൂരതയായിട്ട് ഞാനൊന്നും കാണിക്കാറില്ല. അതായത് സാർ അതിൻ്റെ ഒരു വേറൊരു വശമാണ് കാണിക്കുന്നത്. അതിനകത്ത് മൊത്തവും കൂടി അതല്ല, എല്ലാം അങ്ങ് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ സഹിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധം എന്ത് തന്നെയാലും ശരി അതൊരു ക്രൂരതയാണ്. കാരണം അങ്ങോട്ട് വന്നാലും ഇങ്ങോട്ട് വന്നാലും അവിടെ കൊല്ലലാണ്, ഒരു ജീവൻ എടുക്കലാണ്. പക്ഷെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ ഒരു വേൾഡ് ഫിനോമിനയാണത്. അധികാരത്തിന് വേണ്ടിയിട്ട് എന്നും വെട്ടും കൊലയും നടത്തിയിരിക്കുന്ന ചരിത്രമാണ് നമ്മൾ പണ്ട് തൊട്ടിട്ട്. ലോകം പിടിച്ചെടുത്തിരിക്കുന്ന നെപ്പോളിയനോ അല്ലെങ്കിൽ ഹിറ്റ്ലറോ ആരാണെങ്കിലും ശരി, മുഗൾ സാമ്രാജ്യം, ഇവരൊക്കെ എവിടുന്നാണ് ഈ വന്നിരിക്കുന്നത്? ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ വന്നിരിക്കുന്ന എവിടുന്നാണ്? ഗജനിയെ പോലുള്ളവനും അല്ലെങ്കിൽ അക്ബറിനെ പോലും ഇവരൊക്കെ വന്നിരിക്കുന്ന പലയിടത്തുനിന്നുമാണ്. എന്തിനായിരുന്നു? വെട്ടിപ്പിടിക്കാൻ, ഇന്ത്യയുടെ സമ്പത്ത് വെട്ടിപ്പിടിക്കാൻ. എല്ലാം കഴിഞ്ഞ് പോയി ബാക്കിയുള്ളത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഇംഗ്ലീഷുകാരും വന്നു. എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ഇവിടെ കാലിയാക്കിയിട്ട് പോയി. ആ ഇന്ത്യയാണെന്ന് തിരിച്ച് 70-80 വർഷം കഴിയുമ്പോഴത്തേക്കും വേറെ ലെവലിൽ നിൽക്കുന്നത്. ആ കട്ടുകൊണ്ട് പോയ ലണ്ടനെ പോലും ഫൈനാൻഷ്യലി ബാക്കിലേക്ക് ആക്കിയിട്ട് നിൽക്കണം ഇന്ത്യ. അത് നല്ലൊരു നേതാവ് വന്നതിന് ശേഷം. അപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ മോദിയുടെ ഭക്തനാണ്. മോദി ചെയ്തിട്ടാണ് ഈ പറയുന്നത്, ചെയ്യാത്തതാണ് ഞാൻ പറയാം. നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രെയിനിൽ, നാറ്റമില്ലാത്ത ട്രെയിനിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂക്കുപത്തേണ്ട ആവശ്യം വരുന്നില്ല. ഞാനിതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. 75 ട്രെയിൻ ജേണി ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനകത്തോട്ട് കയറാൻ പറ്റില്ല, വെള്ളം ഉണ്ടാവില്ല, അതിൻ്റെ ഒരു വൃത്തികെട്ടൊരു കോൺഫിഗറേഷൻ, ഇതെല്ലാം അതിന് മുന്നിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്ത് പോയിട്ടുണ്ട്. കാരണം റിസർവേഷൻ ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് ഇന്ന് റെയിൽവേ സ്റ്റേഷനകത്ത് നമുക്ക് മൂക്കുപത്തേണ്ട ആവശ്യമില്ല. മൂത്രത്തിൻ്റെ മണം കാണില്ല, അല്ലെങ്കിൽ ടൂൾസിൻ്റെ മണം കാണില്ല, അതൊന്നും ഉണ്ടാവില്ല, സ്റ്റൂളിൻ്റെ. അപ്പോൾ എങ്ങനെയത്? ഒരു ഭരണാധികാരി വന്നിട്ട് അയാളുടെ വിഷൻ കറക്റ്റാണെങ്കിൽ അതൊക്കെ ചെയ്യാം. അതാണ് കാണിച്ചു തന്നിരിക്കുന്നത്. പിന്നെ ശൗചാലയം എന്ന് പറഞ്ഞ് കുറേ കളിയാക്കിയ ആൾക്കാർ ലക്ഷക്കണക്കിന് അത് വന്നുകൊണ്ട് റെയിൽവേ ട്രാക്കിൽ വന്നിട്ടിരുന്ന് അപ്പിടാൻ വരുന്നില്ല. അത് ആ വിഷൻ വേണം. എന്തെന്നിപ്പോൾ നിങ്ങൾ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനിൽ ഞാനൊക്കെ എപ്പോഴും അങ്ങോട്ട് കൊണ്ടുപോയി ട്രിവാൻഡ്രം പോകണമെങ്കിൽ ഫ്ലൈറ്റിന് പോകും. ഞാനിന്നിപ്പോൾ ഫ്ലൈറ്റ് എടുക്കില്ല. കണ്ണൂർ ട്രിവാൻഡ്രം ഒന്നും ഫ്ലൈറ്റ് പിടിക്കില്ല. 3 മണിക്കൂറോടെ ഞാൻ കണ്ണൂരെത്താണ്, 3 മണിക്കൂർ ഞാൻ ട്രിവാൻഡ്രത്തെത്താണ്.
ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ ഞാൻ ഇവിടുന്ന് പുത്തൻകുരിശിൽ നിന്ന് എയർപോർട്ടിൽ പോകാൻ 1 മണിക്കൂർ, അത് കഴിഞ്ഞ് അവിടെ 1 മണിക്കൂർ മുന്നേ എത്തണം, 2 മണിക്കൂർ. ഈ ഫ്ലൈറ്റ് ലേറ്റാകും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ കഴിഞ്ഞ് അവിടെ ഇറങ്ങി സ്ഥലത്തെത്തുമ്പോഴത്തേക്കും 4:30-5 മണിക്കൂർ. അതാണ് ഞാൻ 3 മണിക്കൂർ അവിടെ എത്തുന്നത്. ആ സൗകര്യം തന്നതാരാണ്? ഒരു വിഷനുള്ള ഭരണാധികാരി. ഇന്നിപ്പം ആ ഭരണാധികാരിനെ നിങ്ങൾ എങ്ങനെയെങ്കിലും താഴ്ത്തണമെന്ന് ചോദിച്ചാൽ എനിക്ക് കക്കാൻ പറ്റുന്നില്ല എൻ്റെ പാർട്ടിക്ക്. അപ്പം അതിന് കയറി ഇരുന്നാലേ എനിക്കത് പറ്റുള്ളൂ. ഇവർ പോകണം, ഇവർ പോയാലാണ് ഇനിയിപ്പോൾ ഇത് പറ്റുള്ളൂ. പക്ഷെ അത് അത്ര പെട്ടെന്ന് നടക്കുന്നത് കാരണം ജനങ്ങൾക്ക് മനസ്സിലായി വാട്ട് ഈസ് ഗുഡ് ഫോർ അസ് എന്ന്. ഇതിൻ്റെ മാറ്റങ്ങൾ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. ഈ ഇലക്ഷനിൽ നമുക്ക് ആ മാറ്റം കാണാം. കേരളത്തിൽ പണ്ട് നമ്മൾ വിചാരിച്ചു ഇടതും വലതും മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് നമ്മൾ പല ഹിന്ദുക്കളെയും കാണുന്നുണ്ട് നെറ്റിയിൽ ധൈര്യമായിട്ട് കുറി തൊട്ടുകൊണ്ട് നടക്കുന്നവർ. മറ്റേത് ഓഫീസിൽ പോകുമ്പോൾ കുറി മായ്ച്ചു പോകുന്ന ഹിന്ദുക്കളും ചെറുപ്പക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പേടിയാണ്, കാരണം അവൻ്റെ ബോസ് വന്ന് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. എന്നാൽ ഹീ ഈസ് നോട്ട് ബോതേഡ്. ഇതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഈ ചന്ദനം ഇവിടെ നിന്ന് തൊട്ടിട്ട് അല്ലെങ്കിൽ ഭസ്മം തൊടുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു സയൻറ്റിഫിക് വാല്യൂസും റിസർച്ചൊക്കെ ചെയ്തിട്ടുള്ളതാണത്. അതിനെപ്പോലും നിങ്ങൾ ഹിന്ദുവൽക്കരിക്കുക. നിസ്കാരത്താഴ്പുണ്ടെങ്കിൽ അവൻ ഫാനറ്റിക് മുസ്ലിം. 5 നേരം നിസ്കരിക്കുന്ന എൻ്റെ ഫ്രണ്ട് ഒരുത്തനുണ്ട്, സിദ്ദിഖെന്നും പറഞ്ഞു, 5 നേരം നിസ്കരിക്കുക. പക്ഷേ ഒരു ദിവസം ഞാൻ ദുബായിൽ അവൻ എന്നെ കൊണ്ടുനടക്കുന്ന ഞാൻ പറഞ്ഞു, എടാ നിനക്ക് നിസ്കരിക്കേണ്ട സമയത്ത്. അപ്പം പറയുന്നത് ഇവിടെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ സൗകര്യമുള്ള സമയത്ത് നിങ്ങൾ ഫ്രീ ആണ്, ആർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനില്ലെങ്കിൽ ആ സമയത്ത് നീ വന്ന് നിസ്കരിക്കും. അപ്പം ഞാൻ രവേട്ടനോടെ ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. രവേട്ടൻ്റെ കാര്യം നോക്കണം, ആ സമയത്ത് എൻ്റെ നിസ്കാരം മുടങ്ങിയാലും പ്രശ്നമില്ല. നമ്മൾ പലതും മനസ്സിലാക്കുന്നു. അവൻ പറഞ്ഞത് ശരിയല്ല. അവൻ വല്ലവനും വേണ്ടി ചെയ്യേണ്ടത് ചെയ്യുന്ന സമയത്ത് അവൻ്റെ പടച്ചൻ പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് സന്തോഷം എന്ന്. നീ വേറെ ആൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കൊടുക്കില്ലെന്ന്. പക്ഷെ ഇതൊന്നും അപ്പം അവൻ്റെ താഴ്മുണ്ട്. അത് ഒറിജിനൽ സത്യസന്ധമായൊരു മുസ്ലിമിൻ്റെ താഴ്മാണ്. ചിലതുണ്ട് ഒറ്റ താഴ്മ്പേരെ കാണാം. ഇവരെന്താണെന്നറിയാം, ചുമരിൻ്റെ മുകളിൽ കൊണ്ടിട്ട് തല വരച്ചിട്ട് ഇവൻ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. അവൻ ചെയ്യുന്ന മുഴുവൻ മുസ്ലിമിന് നിരക്കാത്ത കാര്യങ്ങളായിരിക്കും. സോ ഇവിടെ ജാതി മതം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉണ്ടാക്കിയിരിക്കുന്നത് ചിലത് വന്നിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിലോ എല്ലാവരും നല്ല മനുഷ്യരാണ്. ടെററിസ്റ്റുകൾക്ക് ലാംഗ്വേജ് ഇല്ല, അവർക്ക് ജാതിയില്ല, മതമില്ല. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ടെററിസം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ കാണുന്ന പാകിസ്ഥാനിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ അത് പാകിസ്ഥാനിയാണ്. അതിനകത്ത് നിങ്ങൾ മുസ്ലിം കയറ്റല്ലേ. കാരണം ആ പാകിസ്ഥാനി പോലും ഇവിടുത്തെ ഇന്ത്യൻ മുസ്ലിങ്ങളെ ഇന്ത്യൻ മുസ്ലിംസായിട്ട് കണക്കാക്കുന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരാളെവിടെ കൊന്നു കഴിഞ്ഞാൽ അവൻ ചോദിക്കൊന്നുമില്ല. പിന്നെ പെഹൽഗാമിൽ എന്തിനാ വന്ന് ചോദിച്ചെന്തിനാ? അത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ അടി നടക്കാൻ. പക്ഷെ ഇന്ന് ഇന്ത്യക്കാർ വളർന്നു പോയിരിക്കുന്നു. അവിടെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ടോ? ബാക്കിയുള്ളവരിലേക്ക് എത്തിയപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പം ഇത് ചൊല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കൽമ ചൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ആളുകളിലേക്ക് പടർന്നു പിടിച്ചിട്ടുണ്ടോ? ഇല്ല, ആ തെറ്റിദ്ധാരണയാണ്. ഇത് എന്നെ മാതൃഭൂമിയിൽ നിന്നാണ് 23-ാം തീയതി കാലത്ത് വിളിച്ചത്. ചേട്ടാ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ ഒന്നും ചിന്തിക്കാതെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അവിടുത്തെ ലോജിക്ക് മാത്രമേ നോക്കിയിട്ടുള്ളൂ. എടാ പാകിസ്ഥാനിൽ നിന്ന് വരുന്നവൻ നീ എന്തിനാ ഈ കാശ്മീരിൽ വന്ന് കൽമയെല്ലാം ചോദിക്കുന്നു? ഇവിടുത്തെ അത് പണ്ടുണ്ടായിരുന്നു. ഞാൻ കീഴ്ചക്രൊക്കെ ചെയ്യുന്ന സമയത്ത്, ഞാൻ ഓപ്പറേറ്റ് ചെയ്ത സമയത്തുണ്ട് ഹിന്ദു ഏതാ മുസ്ലിം എല്ലാം തുണി തുറന്നു നോക്കിയിട്ടൊക്കെ ഇവന്മാർ ചെയ്യുമായിരുന്നു. അന്നെന്താണെന്ന് വെച്ചാൽ കാശ്മീരി മിലിറ്റൻസ് ആയിട്ടുള്ള ആളുകൾ കാശ്മീരി പണ്ഡിറ്റ്സിനെ ഓടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാശ്മീരി പണ്ഡിറ്റ്സ് അവരെ ഓടിച്ചല്ലോ ആ സമയത്ത്. അപ്പം അതിൽ വല്ലവരും ബാക്കി ഹിന്ദുക്കളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അന്ന് നടന്നിരുന്നു. പക്ഷെ അത് കാശ്മീരീസ് ആയിട്ടുള്ള JKLF-ഉം മുജാഹിദിൻ്റെ അവിടത്തേക്കെല്ലാം പല വിങ്ങുകളുണ്ടായിരുന്നു. ഈ തലതിരിഞ്ഞു പോയിട്ടുള്ള കാശ്മീരീസ് പാകിസ്ഥാൻ സ്പോൺസേഡ്. അവരത് ചോദിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അത് നിന്നു. കാരണം ഇപ്പോൾ പണ്ഡിറ്റും ഇല്ല, എല്ലാം തിരിച്ചു വന്ന് നോർമലായിട്ട് എല്ലാവരും ജീവിച്ചു പോകുന്നുണ്ട്. കാശ്മീരീസ് വെർ നോട്ട് ബോതേഡ്. ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം ഇവിടെ വന്നിട്ട് ഒരുത്തൻ ഇതെന്തിനാ ലൗഡായിട്ട് ചോദിച്ചത്, ഹിന്ദു ഏതോ മുസ്ലിം ഏതോ? അപ്പം എന്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇവിടെ ഭരിക്കുന്ന ഭരണാധികാരിനെ എങ്ങനെയെങ്കിലും താഴത്തേക്ക് പിടിച്ചിട്ടിട്ട് വേണം എനിക്ക് കയറാൻ. അതിനെന്ത് വേണം? എന്ത് ചെയ്തിട്ടും അത് വോട്ട് ചോറി മറ്റേ ചോറി ഇത് വെച്ച് ഇപ്പോൾ നർവാണയുടെ ബുക്ക് കൊടുത്തുകൊണ്ട് പൊക്കി പിടിച്ച് നടന്നു. ബുക്ക് ബ്ലാങ്ക്, നർവാണ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു.
ഞാൻ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിന് എൻ്റെ ഇൻ്റർവ്യൂവിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആസ് ചൈന ഡിഡ് ദേ ഗെറ്റ് ആൻ ഇഞ്ച് ഫ്രം ഇന്ത്യ എന്നുള്ളത്. ഒരു ഇഞ്ചെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുക എന്ന് പറയും. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ പറയില്ല. അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചില്ല നിങ്ങൾ പാർലമെൻറ്റിൽ. സോ ഇവിടെയാണ് ചില രാഷ്ട്രീയ പാർട്ടിക്കാർ ഇറസ്പോൺസിബിളായിട്ട് അധികാരം വേണമെന്നുള്ളത് മാത്രം നോക്കിക്കൊണ്ട് ആ ഒരു ഗ്രീഡ്, അത് രാജ്യത്തിന് അപകടമാണ്. അവിടെ നിന്ന് നമ്മൾ മാറി ചിന്തിക്കണം. അപ്പോഴാണ് ഇവിടെ ഹിന്ദുവില്ല, മുസ്ലിമില്ല, ക്രിസ്ത്യാനിയും ഒന്നുമില്ലടോ. ഇവിടെ എല്ലാം ഇന്ത്യക്കാരാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങളായിട്ടങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. ഇത്ര ശതമാനം, അത്ര ശതമാനം. അത് ബാക്കിയുള്ളവർക്ക് ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇപ്പം മോദിയൊക്കെ ഇവിടെ ഹിന്ദുസം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. ബാക്കിയുള്ളവർക്ക് ഇവിടെ ഒരു വില ഉണ്ടാവില്ല, ക്രിസ്ത്യൻസിനായാലും മുസ്ലിംസൊക്കെ ഒരുപാട് അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ബാക്കിയുള്ളവരിലേക്ക് എങ്ങനെയൊക്കെയോ ഇഞ്ചക്ട് ചെയ്ത് നിങ്ങൾ ഇഞ്ചക്ട് ആ ലാംഗ്വേജാണ് ചിത്ര. ഇഞ്ചക്റ്റഡ്. അതിനകത്ത് ഇവിടുത്തെ ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ഇവർ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കാരണം നേരായ മാർഗത്തിലൂടെ അത് പറഞ്ഞതല്ല, ഇഞ്ചക്ട് ചെയ്ത് കൊടുത്താണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അതെന്താണ്, എനിക്ക് വോട്ട് കിട്ടണമെങ്കിൽ എനിക്ക് ഇവരുടെ ആവശ്യമുണ്ട്. അപ്പം അതിന് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങളാണ്. ഇല്ല, അതിനെയാണ് മാറ്റിമറിച്ചിട്ട് അങ്ങ് എഴുതിയിരിക്കുന്നത്. കാന്താപുരം മോദിജിയെ പോയിട്ട് കണ്ടിട്ട് വന്നില്ലേ? എന്തേ പറഞ്ഞ അദ്ദേഹം? ഇവിടുത്തെ മുസ്ലിങ്ങൾ സുരക്ഷിതമാണ് എന്നുള്ള കാന്താപുരമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവിടെ ആ സംസാരത്തിൽ കാര്യം ക്ലിയറാണ്. അദ്ദേഹത്തിനും അറിയാം ഇവിടെ മോദി വന്നതിന് ശേഷം എത്ര മുസ്ലിംസിനെ അടിച്ചോടിച്ചിട്ടുണ്ട് എവിടുന്ന് എവിടെയെങ്കിലും. ബംഗ്ലാദേശി ആണെങ്കിൽ ഓടിക്കും, ഒരു സംശയമില്ല. പാകിസ്ഥാനി ആണെങ്കിലും ഓടിക്കും. അപ്പത്തേക്കും ഇവിടെ ചിലപ്പം കൊച്ചു പിള്ളേരെ വെച്ചിട്ട് മദ്യത്തെരെ നാം അമിക്ഷവത്തെരെ നാം എന്നൊക്കെ പറയും. അതിപ്പോൾ കല്യാണം കഴിച്ച് 10 കുട്ടികളായിട്ട് എവിടെയെങ്കിലൊക്കെ ഇരിക്കുന്നതായിരിക്കും. അന്നത്തെ ജോഷൊക്കെ പോയി. കാരണം ഇവരൊക്കെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയായിരുന്നു. CANRC എന്ന് പറഞ്ഞിട്ട് അതിനെയും മിസ്ഗൈഡ് ചെയ്തിട്ടില്ലേ? CANRC എന്താണെന്നുള്ള അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്താണെന്നുള്ള മനസ്സിലാക്കാത്ത വ്യക്തികളായിരുന്നു സമരം ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് ഇനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങളായിട്ടുണ്ടാക്കിയ ക്രിയേഷനാണത്. ഒരു ഇന്ത്യൻ മുസ്ലിംസിനെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ടില്ലായിട്ട് നിങ്ങൾ പറയും. ഇന്ത്യയിൽ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരാണെന്ന്. അവർക്ക് ഐഡൻറ്റി കാർഡുണ്ട്, അവർക്ക് റൂട്ടുണ്ട്, അവരുടെ മുത്താപ്പാൻ്റെയും മുത്തുമുത്താപ്പാൻ്റെയും എല്ലാം അഡ്രസ്സുകൾ ഇവിടെ ഉണ്ട്. അതല്ല മോദി പറഞ്ഞിരിക്കുന്നത്. CANRC എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റിസൺഷിപ്പിനകത്ത് നിൻ്റെ ഒറിജിൻ കാണിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. ഇത് ഒറിജിൻ കാണിക്കാൻ പറ്റാത്തവരാരാണ്? ബംഗ്ലാദേശിൽ വന്നിട്ട് ആസാമിലും എന്താ 75 ലക്ഷം ആൾക്കാരാണല്ലോ. ഓൾമോസ്റ്റ് 75 lakhs പീപ്പിൾ ഹാവ് ബിൻ വോട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത്. കാരണം അവർക്ക് അവിടുത്തെയാണ്, ഇവിടുത്തെ അല്ല പറഞ്ഞു. അതെന്തേ? അപ്പോൾ അത് പിന്നെ ഇതും കൂടെ പറഞ്ഞു, മറ്റു രാജ്യങ്ങളിൽ എൻ്റെ രാജ്യക്കാരായിട്ടുള്ള മുസ്ലിംസോ ഹിന്ദുക്കളോ പ്രീണിച്ച് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ വി വിൽ ഗിവ് ദ സിറ്റിസൺഷിപ്പ്. അതും പറഞ്ഞു. പക്ഷെ നിങ്ങൾ അത് അൺഓതറൈസ്ഡ് ആണെങ്കിൽ നിങ്ങളെ പറഞ്ഞയച്ചിരിക്കും, ഒരു സംശയമില്ല. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആണെങ്കിലും ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോഴേക്കും ഇപ്പം ഒരു സെൻസർഷിപ്പ് അങ്ങനെ സാർ അത് ഭയക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഭയക്കുന്നുണ്ടോ? ഞാൻ സത്യസന്ധമായിട്ട് ആ കഥ പറയും. ഞാൻ കുറേ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഇതിനകത്ത് ഈ ഫണ്ട് എവിടെ നിന്ന് വന്നു, പാകിസ്ഥാൻ എന്തുകൊണ്ട് ഈ സമയത്ത് ഇത് ചെയ്തു, ആരാണ് ഇതിന് ഫണ്ടിങ് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിൽ നിന്ന് ആരായിരുന്നു അത് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാനത് ആ സമയത്ത് ഇറക്കും. ഞാനിവിടുത്തെ ഒരു ചാനലുകാരുണ്ട്, ഇവിടുത്തെ എയർ മാർഷലിനെ അറിയാമെന്ന് പറഞ്ഞ് 5 റഫാൽ വീഴ്ത്തിയിട്ടെന്ന് പറഞ്ഞൊരുത്തൻ ഇവിടെ ക്രൗഡ് ഫണ്ടിങ് നടത്തിയിരിക്കുന്ന ഒരു ചാനലുകാരുണ്ട് ഇവിടെ. മേജർ രവി കള്ളനാണെന്നാണ് പറയുന്നത്. എന്താ അവൻ്റെ പേര്? മാത്യു സാമൽ എന്നതാണ്. ഇവനാണല്ലോ 5 റഫാൽ വീഴ്ത്തിയിട്ടത്. ഇതുപോലുള്ള ആളുകൾ കുറേ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇവർക്കെല്ലാം ഉള്ള പണി ഓപ്പറേഷൻ സിന്ദൂറിൽ ഞാൻ വരും. അത് സെൻസറിൽ എങ്ങനെ കാണും, എന്ത് കാണും എന്നുള്ളത്, അങ്ങനെയുള്ളത് ഞാൻ സത്യമല്ലാത്തൊന്നും അതിനകത്ത് പറയില്ല. അത് വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ രാജീവ് ഗാന്ധി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പലതും പറയാനുണ്ട്, പക്ഷെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതിനകത്തും ഇവിടുത്തെ ആളുകൾ, ചില ജേർണലിസ്റ്റുകൾ കുറേ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ആൻഡ് BBC ഓൾവേസ് ട്രൈ ടു ഡിമോട്ട് ദിസ് കൺട്രി, നമ്മുടെ രാജ്യം കവർ ചെയ്യാൻ വേണ്ടി പലപ്പോഴും. അതുപോലെ സോറോസ് ആരാണ്? അവൻ ഇന്ത്യ മഹാരാജ്യത്തിനെ എങ്ങനെയെല്ലാം നശിപ്പിക്കണം എന്നുള്ളത് അവൻ്റെ ഫണ്ട് വാങ്ങിക്കുന്ന ചില ചാനലുകാരാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റഫാൽ വീഴ്ത്തുന്നതിനും മറ്റൊക്കെ ഇവരെല്ലാം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം പ്രൂഫ് എടുത്തിട്ട് ദെൻ
പീപ്പിൾ ആർ ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്. മേജർ രവി നീ കള്ളനാണ്, അല്ലെങ്കിൽ കാരണം നിൻ്റെ ക്രൗഡ് ഫണ്ടിങ്ങിനെ ഞാൻ കൃത്യമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ഈ ക്രൗഡ് ഫണ്ടിങ് അടിച്ചിട്ട് ഇയാൾ ഇവിടുന്ന് പോകും. കാരണം അയാൾ ബാക്ക്ഗ്രൗണ്ട് തേൽക്കയിൽ എഴുന്നിരുന്ന സമയത്ത് ആ മുതലാളിയടക്കം ഹണി ട്രാപ്പിൽ കുടുക്കിയിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ജേർണലിസ്റ്റാണ്. എന്തിന് ബോംബെ ബ്ലാസ്റ്റിനകത്ത് ആരായിരുന്നു ഏറ്റവും അധികം ഡാമേജ് ചെയ്തത്? അല്ലെങ്കിൽ കുരുക്ഷേത്ര മറ്റേ ഇതിനകത്ത് കാർഗിൽ യുദ്ധത്തിൽ ഒരു ജേർണലിസ്റ്റ് അല്ലേ, അത് ബർക്കാദത്ത് എന്ന് പറയുന്ന വ്യക്തിയല്ലേ. അവിടെ GPS കൊണ്ടുവരുന്നെന്ന് ആർമി ഓർഡർ ചെയ്തിട്ടും GPS കൊണ്ടുപോയില്ലേ. ആൻഡ് പാകിസ്ഥാൻ കുഡ് ഈസിലി ഐഡൻറ്റിഫൈ ആൻഡ് ഹർ GPS നമ്പർ വാസ് ദർ വിത്ത് ദം. പിന്നെ ആ വ്യക്തിക്ക് പൽപ്പൻശ്രീ കൊടുത്തിട്ടുള്ള ഗവൺമെൻറ്റുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയുന്നത്? ഇവിടെ രാജ്യത്തിനകത്തിരുന്നു കൊണ്ട് തന്നെ രാജ്യദ്രോഹം ചെയ്യുന്ന ഗവൺമെൻറ്റുകൾ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് മോദി ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് നിങ്ങളുടെ രാജ്യദ്രോഹികൾക്ക് പൽപ്പൻശ്രീ പോയിട്ട് ഒരു എസ്സും കിട്ടില്ല, അത് ഉറപ്പാണ്. അവരിന്ന് കൊടുക്കുന്ന ജെന്യുവനായിട്ടുള്ളതാണ്. അപ്പോൾ സിന്ദൂറാണെങ്കിലും ശരി, അതിനകത്ത് സത്യസന്ധമായിട്ട് ഞാൻ എല്ലാ റഫാൽ വീണിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങളെനിക്ക് പ്രൂവ് ചെയ്തു തരണം. നേരത്തെ അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നേരത്തെ? ഇപ്പം നേരത്തെ ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു സെൻസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്? രാജീവ് ഗാന്ധി വധക്കേസിൻ്റെ മിഷൻ 90 ഡേയ്സിനകത്ത് ഡൽഹിയിൽ നിന്ന് കോൺഗ്രസിൻ്റെ 2 വക്താക്കൾ സെൻസറിൽ വന്നിരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല അവർ ഡൽഹിയിൽ നിന്ന്. പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോൾ അവന്മാർ പോകുമ്പോൾ പറഞ്ഞ് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് വന്നതാണ് കേട്ടോ. പക്ഷെ അന്ന് കോൺഗ്രസ് ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ ഭയപ്പാട് രാജീവ് ഗാന്ധി വധക്കേസിനെ കുറിച്ച് ഞാൻ പടം ചെയ്യുന്ന സമയത്ത്? അപ്പം നിങ്ങൾക്കാവാല്ലേ. അപ്പം ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പം മോദി ഗവൺമെൻറ് ഭരിക്കുന്ന രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവർ ബ്ലോക്ക് ഇടുന്നത്. പക്ഷെ രാജീവ് ഗാന്ധി വധക്കേസിൻ്റെ കേസിനകത്ത് എന്തിനാണ് ഈ സെൻസർഷിപ്പിന് വന്നതെന്നുള്ളത് എനിക്കിപ്പോഴും പിടികിട്ടുന്നില്ല. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഒന്നുമില്ല, അവർ ക്ലിയർ ചെയ്ത് പോയി. കാരണം ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം കൃത്യമായിട്ട് കാണിച്ചിട്ടുള്ളതാണ്. അതിനകത്തൊന്നും നുണ പറഞ്ഞിട്ടില്ല. അതിനകത്ത് നുണ പറയാമായിരുന്നു. ആ പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റാക്കാമായിരുന്നു. മമ്മൂക്കാനെ കൊണ്ട് ശിവരാജനെ വെടിവെച്ച് കൊല്ലിപ്പിച്ചിരുന്നെങ്കിൽ. ആക്ച്വലി ഞാൻ കൊന്നിട്ടില്ല. ഞാൻ അങ്ങനെ ആവാമായിരുന്നു എന്നുള്ളതും കൂടെ കാണിച്ചു കൊടുത്തു. നമുക്ക് കയറി പിടിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് യാഥാർത്ഥ്യമാണ് കാണിച്ച് പിടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അവർ മരിച്ചു കിടക്കുന്നതാണ്. സോ എവിടെയും എൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ നുണയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അത് വിട്ടേക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വേറെ പോകുന്നത്. ഇപ്പൊ ഈ യുദ്ധത്തിൽ വീരമൃത്യു വരിക്കുന്നത് അത് നമ്മൾ മഹത്വവൽക്കരിക്കപ്പെടുമ്പോഴേക്കും അത് ഈ ഒരു രാഷ്ട്രീയത്തിന്റെ പരാജയമായിട്ട് കണക്കാക്കുന്നുണ്ടോ? എനിക്ക് ആ ചോദ്യം മനസ്സിലായി. അതായത് ഇപ്പം നമ്മളെല്ലാവരും പറയാ സൈന്യത്തിൽ യുദ്ധം ചെയ്തിട്ട് മരിക്കുന്നത് അത് വലിയ കാര്യമാണ് എന്നുള്ളത് തന്നെ പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അവിടെ ഒരു പൊളിറ്റിക്സ് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും? ഒരു പട്ടാളക്കാരനും അവിടെ പോയിട്ട് യുദ്ധം ചെയ്ത് മരിക്കണം എന്ന് പറഞ്ഞാൽ ആരും പോകുന്നില്ല. പക്ഷെ ഒരു യുദ്ധഭൂമിയുടെ ആ സൗണ്ടും അറ്റ്മോസ്ഫിയറും വരുന്ന സമയത്ത് അവൻ്റെ ജീവനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അതാണ് ഒരു വീര ജവാൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഒന്നും ചെയ്യാതെ പുളു അടിച്ചുകൊണ്ട് നടക്കുന്ന അവിടെ ഉണ്ട്. എവിടെയെങ്കിലും ഒരു ഗ്രനേഡിൻ്റെ സ്പ്ലിൻറ്റർ കൊണ്ടു അത് എവിടെയെങ്കിലും കിട്ടി, അല്ലെങ്കിൽ അവിടെ കിട്ടി ഇവിടെ അതും അടിച്ചുകൊണ്ട് നടക്കുന്ന പല പട്ടാളക്കാരും ഉണ്ട്. അതിലിപ്പോൾ ഒന്നിനെ ഞങ്ങളൊന്ന് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധഭൂമിയിലേക്ക് പോവാത്ത ഒരു ക്യാപ്റ്റൻ യാഷിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലൂടൂത്ത് ഒരു ബ്ലോഗർ, ക്യാപ്റ്റൻ യാഷിക ത്യാഗി. ഷീ ക്ലെയിം ദാറ്റ് ഷീ ഈസ് അവരാണ് കാർഗിലിൽ പോയിട്ടുള്ള ആദ്യത്തെ വനിത, അവരും അവരുടെ ഭർത്താവും ഒന്നും. വേറെ ഇവർ ലേയിലായിരുന്നു, പോസ്റ്റഡ് ആയിരുന്നു. ഈ സമയത്ത് ഇവർ പ്രഗ്നൻ്റ് ആയിരുന്നു. ഒന്നാമത്തെ പ്രഗ്നൻ്റ് ഉള്ള സമയത്ത് പട്ടാളം ഒരു ജോലിക്കും ഒരാളെയും ഒരു ലേഡിയും പറഞ്ഞയക്കില്ല. അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവർ 4 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. എന്നിട്ട് കാർഗിൽ യുദ്ധം വന്ന സമയത്ത് അവിടെ കാർഗിലത്തെ ആംമുനേഷൻ ഡിപ്പോ അവരാണ് കൺട്രോൾ ചെയ്തിരുന്നത്. വേറസ് ഷീ ഈസ് നോട്ട് ക്വാളിഫൈഡ് ആംമുനേഷൻ ക്വാളിഫൈഡ് ഓഫീസർ. പിന്നെ എങ്ങനെ ഈ തൊലിക്കട്ടിയോടുകൂടി അത് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ പ്രൂവ് ചെയ്തിട്ട് അങ്ങനെ കൊല വിളിച്ചുകൊണ്ടിരിക്കുക. അവരുടെ സിഒൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അടക്കം വന്നു. അങ്ങനെ ഞാൻ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അറിയിച്ചു. അപ്പോൾ അത് ഇവിടെ ഈ പുളു പറയുന്നവരുടെ എല്ലാം ഒറിജിനൽ കഥകൾ അവിടെയുണ്ട്. ഇപ്പം എനിക്കൊരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 7 പേരെ കൊന്നു എന്നുള്ളത് അതിനകത്തുണ്ടത് ആ സൈറ്റേഷനിൽ. പക്ഷെ പലതും ഇവിടെ പറഞ്ഞിട്ട് ഞാൻ അവിടെ കിട്ടി ഇവിടെ കിട്ടി, കറക്റ്റായിട്ട് എവിടെയാണ് വെടികൊണ്ടെന്നുള്ള അടക്കം അതിനകത്തുണ്ടായിരിക്കും. അപ്പോൾ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയച്ചപ്പോഴാണ് ഇവർ നോക്കുന്ന സമയത്ത് കറക്റ്റ്
വേറൊരു വന്ദന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂർഗി ഓഫീസറായിരുന്നു അവിടെ പോയിരുന്നു. അവരവരുടെ ഭർത്താവും അവരൊരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. ഈ ഇൻ്റർവ്യൂസ് കാണാൻ തുടങ്ങിയപ്പോഴാണ് ഷീ കെയിം ഔട്ട്. അങ്ങനെ ഹെർ സിഒ കെയിം ഔട്ട്. ഷീ വാസ് നെവർ ബീൻ ദർ ആൻഡ് ഷീ വാസ് എ പെയിൻ വെൻ ഷീ വാസ് പോസ്റ്റഡ് ഇൻ ലേ. ഓൾവേസ് എക്സ്ക്യൂസസ് നോട്ട് ടു ഗോ ടു ദ ഓഫീസ്. ആ വ്യക്തിയാണ് ഇപ്പോൾ ഇരുന്നിട്ട് പോഡ്കാസ്റ്റ് ഐ വാസ് ദർ, ഐ സോ ദിസ് ഗെറ്റിംഗ് ബ്ലാസ്റ്റഡ് ദിസ്. ഷീ നെവർ ബീൻ ദർ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ജനങ്ങൾക്ക് അറിയില്ല. ആർമി ഓർഡിനൻസ് കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമിനേഷനൊക്കെ ഡീൽ ചെയ്യുന്നത് ശരിയാണ്. പക്ഷെ ആമിനേഷൻ ഡീൽ ചെയ്യാൻ യു ഷുഡ് ബി ക്വാളിഫൈഡ് ആമിനേഷൻ ഓഫീസർ. അതിനൊരു കോഴ്സ് ഉണ്ട്. എങ്കിലാണ് ഒരു ബോഫേഴ്സിൻ്റെ ഒരു ഫ്യൂസ് അതിനകത്ത് റോങ് ആയിട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ബ്ലാസ്റ്റ്. അതിനകത്ത് എത്ര ചാർജ് വേണം, ഇതിനൊക്കെ പർട്ടിക്കുലർ കോഴ്സ് ചെയ്യണം. എങ്കിലാണ് ആമിനേഷൻ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബോഫർ ഗണ്ണിന് മുകളിലേക്ക് എത്രയാണ് സാങ്ഷൻ ഉള്ളത്, എത്രയാണ് റിസർവ് കൊടുക്കേണ്ടത്, അതിനകത്ത് എത്ര ഫ്യൂസ് കൊടുക്കണം, ഇനി ജസ്റ്റ് ഇൻ കേസ് ഓഫ് എന്തെങ്കിലും ഒന്ന് മാൽ പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ ഇതിനാ കോഴ്സ് ചെയ്യണം. ആ കോഴ്സ് ചെയ്യാത്തൊരു വ്യക്തിയാണ് ഈ യാഷിക ത്യാഗി എന്ന് പറയുന്ന ക്യാപ്റ്റൻ. ഇവിടെ നിങ്ങൾ യൂട്യൂബ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാന്താവും. ഇടുന്നിട്ട് കാട്ടിക്കുന്ന പുളുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരവിടെ പോയി ഞാനവിടെ എന്നിട്ട് ഞാനവിടെ ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ബോഫേഴ്സ് പറയുമ്പോൾ ഐ ഇഷ്യൂ ദാറ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഷി വാസ് നെവർ ബീൻ ടു കാർഗിൽ, ഷി വാസ് ഇൻ ലേ ഓൺലി. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയും നിങ്ങൾ പട്ടാളത്തിൽ കാണും. യെസ്. ഇപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള സൈനികരിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് വേർപാടുകൾ ഉണ്ടാകുമ്പോൾ അത് സാറിനെ ഹോണ്ട് ചെയ്യാറുണ്ടോ? ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടോ? ഇവിടെയാണ് ഞാൻ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഐ എം എ വെരി ലക്കി ഓഫീസർ. ഞാൻ ഈ 3 വർഷം NSGയിൽ ആക്റ്റീവ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തുള്ള എൻ്റെ 30 പേര്, ഞാനൊരു ക്യാപ്റ്റനായിട്ട് ഞാൻ കമാൻഡ് ചെയ്യുന്ന ഒരു ടീമിനെയാണ്, അൽഫ ടീം. അത് പാരാ ടീമായിരുന്നു. പാരാജം ക്വാളിഫൈഡ് ആയിട്ടുള്ള 30 പേരുണ്ടാവും. ടഫ് ഗായ്സ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റാണ്. പിന്നെ അവരുടെ അടുത്ത് നിങ്ങൾ എപ്പോഴും ഈ സാവധാനം അറ്റൻഷൻ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നത്, ഞങ്ങൾ വേറൊരു ലെവലായിരിക്കും. മോടി ഇവിടെയും തെറിയൊക്കെ പറയും, ഓഫീസറും ജവാനും തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. കാരണം നമുക്കറിയാം ഈസ് ദ വൺ ഹൂ ഈസ് ഗോയിങ് ടു ഗാർഡ് മീ ഇൻ ദ ഡയറക്റ്റ് വെൻ എ ഫയറിംഗ് കംസ് ഓൺ ടു മീ. അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒറ്റ ഇഞ്ചുറിയാണ് എൻ്റെ ഇതിൽ വന്നത്. ആ ഇഞ്ചുറി പോലും ഞങ്ങളിപ്പോൾ ഈ 7 പേരെ കൊന്നിട്ടുള്ള ആ ഓപ്പറേഷനകത്ത് വണ്ടിക്ക് ഉള്ളിൽ കൂടെ അവൻ്റെ കയ്യിൽ ഇവിടെ ബുള്ളറ്റ് അടിച്ചു. അതും ബുള്ളറ്റ് പ്രൂഫിൻ്റെ ഗ്യാപ്പിനുള്ളിൽ കൂടെ. അതാണ് പറഞ്ഞത്, അവന് അത് കിട്ടേണ്ടതായിരുന്നത്. യോഗ അവൻ്റെ ഞങ്ങളൊക്കെ പറയുമ്പോൾ ഓപ്പണിൽ നിൽക്കുകയാണ് ഈ. അപ്പം അവൻ പറഞ്ഞു സബ്ജി ഗോളിയിലൊക്കെയാന്ന്. അപ്പം നോക്കുന്ന സമയത്ത് കയ്യിലാണ്. നമ്മൾ ഗാഡി റിവേഴ്സ് കാർ, ഞങ്ങൾ ഫയറിങ് എന്തൊക്കെ നടക്കുന്നുണ്ട്. റിവേഴ്സിന് അവനെ ഇറക്കി വിട്ട് അത് കഴിഞ്ഞ് വേറെ ഡോക്ടർ ഇത് കൊണ്ടുവന്നു. ആ ഒരൊറ്റ ഇഞ്ചുറി. അതുപോലെ തന്നെ ശിവരാജൻ്റെ ഓപ്പറേഷനിൽ എൻ്റെ ഒരു പയ്യൻ്റെ വയറ്റത്തൂടെ ഇവിടെ ശിവരാസൻ വെടിവെച്ചത് ഇതിലെ കൊണ്ടിട്ട് നേരെ പുറകെ കൂടെ പോയി. അപ്പം ഞാൻ ഈ ശിവരാസിൻ്റെ കിച്ചൺ വെന്റിലേറ്റർ കൂടെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഓടി വന്നിട്ട് ബുള്ളറ്റ് പ്രൂഫ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അതാണ് നമ്മുടെയൊക്കെ റിലേഷൻഷിപ്പ്. അവൻ നോക്കുമ്പോൾ ഓഫീസർ ബുള്ളറ്റ് പ്രൂഫ് ഇട്ടിട്ടില്ല. അവനെ സംബന്ധിച്ച് അത്രയേ ഉള്ളൂ. അവന് വെടിയുള്ളൂ എന്നൊന്നും അവൻ നോക്കില്ല. അവൻ്റെ പേര് ജയസിംഗ് എന്നാണ്. ആൻഡ് ഹി ഗോട്ട് ഇറ്റ്. അടിച്ചാന്ന് പറയുമ്പോഴത്തേക്കും സബ്ജി ഗോളിയിലൊക്കെയാണ് പുറകിലൊക്കെ നോക്കുമ്പോൾ ഉണ്ട പോയിരിക്കുന്നു. ഒരു ബുള്ളറ്റ് നമ്മൾ ഇവിടെ ഒരു ബുള്ളറ്റ് അടിച്ചാൽ ഇവിടെ പൊട്ടും പൊളിയൊന്നുമില്ല, ഇവിടെ ആയിരിക്കും പൊളിയുന്നത്. ഞാൻ വെച്ചാൽ ഇവിടെ കിട്ടിയ ഇവിടെ പൊളിയും. കാരണം ഈ ബുള്ളറ്റ് എൻട്രി ചെയ്തിട്ട് അങ്ങ് പോകുന്നത് ഇങ്ങനെയാണ്. അപ്പം അത് ആര് പറഞ്ഞാലും ശരി, ഞാൻ എനിക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടി ബാക്കിൽ നിന്ന് കിട്ടി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയാലും അവിടെ പൊളിയില്ല. ഈ ആർട്ടിലറി ആമിനേഷൻ ആണെങ്കിൽ അത് ഫ്യൂസ് ഉണ്ട്, അത് വലിയ ആമിനേഷൻ. അത് എവിടെ പോയി വീഴുന്നു അവിടെ അങ്ങ് ബ്ലാസ്റ്റ് ആവുകയാണ്. നേരെ വെച്ച് റൈഫിളിൻ്റെ ബുള്ളറ്റ്, പിസ്റ്റളിൻ്റെ ബുള്ളറ്റ് അത് എവിടെ തുളയുന്നു അവിടെ എൻട്രിയാണ്. ആ എൻട്രിയിൽ നിന്ന് എക്സിറ്റ് എന്ന് പറയുന്നത് പിറകെ കൂടെ ആയിരിക്കും. പിന്നെ ആ എക്സിറ്റ് ഈ കയറുന്ന സാധനം ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇത്രയും വലിയ തുളയായിരിക്കും. അത് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വലിയ തുളയായിരിക്കും. ഇതാണ് ഒരു ബുള്ളറ്റിൻ്റെ മാക്കെന്ന് പറയുന്നത്. ഗ്രനേഡ്സ് അത് എവിടെ വേണമെങ്കിലും കയറാം, അതിന് പോയിൻ്റൊന്നുമില്ല. ആ മുമ്പിലും കിട്ടും, ബാക്കിലും കിട്ടും, സൈഡിലും കിട്ടും, എവിടെയും കിട്ടും. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഈ 2 കാഷ്വാലിറ്റിയാണ്. അവരൊന്നും ജീവനോടെ, അവന് ജയസിംഗിന് പ്രൊമോഷൻ കിട്ടി, അവൻ സുധാ മേജറായിട്ട് പോയി. മറ്റവനൊന്നും ഉണ്ടായിരുന്നില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ പോകുന്ന അങ്ങോട്ട് ചെറിയ ഇഞ്ചുറി. അതിനൊരു ഭാഗ്യം വേണം. നമ്മുടെ കൂടെയുള്ളവർ മരിക്കാതെ ഇന്നും ഞാൻ മരിച്ച ഇവൻ്റെയൊക്കെ ഫാമിലി വളർന്നതിന് സാബ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. അതുകൊണ്ട് എനിക്ക്
ആ നിർഭാഗ്യമില്ല, ഞാൻ ഭാഗ്യവാനാണ്. എൻ്റെ കൂടെ എൻ്റെ ബഡ്ഡിയായിരുന്നവൻ ഇന്ന് ഹീസ് ദ വൺ ഹൂ ഇസ് റണ്ണിങ് മൈ അക്കാഡമി, മേജർ റവീസ് അക്കാഡമി. ക്യാപ്റ്റൻ അനിൽ എന്ന് പറഞ്ഞിട്ട് അവനായിരുന്നു എൻ്റെ വലം കൈയായിട്ടും ഇടം കൈയായിട്ടും സെൻറ്ററായിട്ടും നിന്നിരുന്നത്. അവനിപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, 38 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കൂടെ സർവീസ് ചെയ്തിരിക്കുന്ന പട്ടാളക്കാരിൽ മാക്സിമം എൻ്റെ മേജർ റവീസ് അക്കാഡമിയിലെ ഇൻസ്ട്രക്ടേഴ്സായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ റിസൾട്ടും. പലരും അവിടെ ഇവിടെയൊക്കെ തുടങ്ങും. പക്ഷേ എൻ്റെ ഇൻസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഹാർഡ് കോർ കമാൻഡോസും പട്ടാളക്കാരും ഡെഡിക്കേറ്റഡുമാണ്. അത് എല്ലാവരും ജീവനോടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു വിഷമം ഉണ്ടായിട്ടില്ല.